ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. ഞാൻ അതിനുവേണ്ടി ഇവിടെ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇടാം തിളയ്ക്കുന്ന ടൈമിൽ തന്നെ. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതുമാണ്. നമ്മൾ നല്ലവണ്ണം ഇനി അത് കുഴച്ചെടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം എപ്പോഴും സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. ഉണ്ട ഉരുട്ടുന്നതിന് മുന്നേ ആ ഒരു പാകം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഉണ്ട ഉരുട്ടാൻ പറ്റിയ പാകം. കുഴച്ചു വെച്ചിരിക്കുന്ന പൊടി ഇപ്പം ഏകദേശം തണുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിനെ നല്ലൊരു വലിയ ഉണ്ടയാക്കിയിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കിയിടുക. ഏകദേശം നമുക്കൊരു 3 കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 കൊഴുക്കട്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. നമ്മുടെ അരിപ്പൊടിയാണല്ലോ. എന്നിട്ട് നമുക്ക് ഉണ്ടകളായിട്ട് വെക്കാവുന്നതാണ്. കൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്, ഞാൻ പറയാൻ വിട്ട്, പഞ്ചസാരയും തേങ്ങയും കൂടി. നമ്മളിപ്പോ ഏകദേശം 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിരിക്കുകയാണ്. നല്ല മധുരപ്രിയര ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ എടുക്കാവുന്നതാണ്. എപ്പോഴും അത്യാവശ്യം നല്ല മധുരമുള്ളപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കാം. നമുക്ക് ഈ ഉണ്ടേന്റെ ഉള്ളിൽ അത് വെക്കേണ്ടതാണ്. അപ്പൊ ഉണ്ട ഉരുട്ടുന്ന വിധം കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പാകം. നമ്മൾ നല്ലൊരു കുഴികൾ ഉണ്ടാക്കി ഒരു കപ്പ് പോലെ ഉണ്ടാക്കി എടുക്കണം. ഈ കപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ പഞ്ചസാര ഫില്ലിങ് നിറയ്ക്കുന്നത്. കൊഴുക്കട്ട എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സംഭവം എനിക്കറിയാം, എന്നാലും നമ്മൾ പറയുമ്പോൾ അതിന്റെ കറക്റ്റ് പറഞ്ഞു തരണമല്ലോ. ഇനി ഒരു ബിഗിനേഴ്സ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ അരികുകളൊക്കെ നന്നായി നിർത്തിയിട്ട് നല്ലപോലെ വട്ടത്തിൽ അത് ചെയ്തു വെക്കുക. ഇപ്പതാ ഞങ്ങള് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയുള്ള കപ്പുകൾ മൊത്തം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ മേൽഭാഗത്ത് കാണുന്ന കപ്പുകളുണ്ടല്ലേ, അതൊക്കെ വൈഫ് ഉണ്ടാക്കിയതാണ് കേട്ടോ. താഴ്ഭാഗത്ത് കണ്ടില്ലേ ഇടിഞ്ഞു പൊളിഞ്ഞ ഭീകരമായുള്ള കപ്പുകള്, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് തുടങ്ങാം. എല്ലാത്തിലും ഈക്വലായിട്ട് നല്ലവണ്ണം പഞ്ചസാര അങ്ങ് നിറയ്ക്കുക. പഞ്ചസാര തേങ്ങ മിശ്രിതം. ഇത് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് ഞാനും കണ്ടിട്ടുണ്ട് പഞ്ചസാര മാത്രം ഇടുന്നത്. അതെന്ത് മൂടി വെക്കുന്ന രീതി പ്രത്യേകം നോക്കിക്കോളൂ. 2 സൈഡിൽ നിന്ന് ആദ്യം മടക്കും, അതിനുശേഷം ബാക്കിയുള്ള സൈഡിൽ നിന്നും കൂടി മൂടി പിന്നെ അത് വീണ്ടും ഒരു ഉണ്ടയാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. മാക്സിമം ഇതൊരു ഉണ്ട ഷേപ്പ് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അതാണ് കൊഴുക്കട്ട എന്നുള്ള പേരിൽ വന്നിരിക്കുന്നത്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു മീനിനൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നോക്കട്ടെ എത്രത്തോളം അത് മീനായിട്ട് വരുന്നുണ്ട് എന്ന്. അപ്പം മീനിനെ ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊന്നും കൂടി ഉണ്ടാക്കി നോക്കാം. ഞാൻ നോക്കട്ടെ, ഒരു മുത്തശ്ശീനെ ഉണ്ടാക്കി നോക്കാം. മുത്തശ്ശീനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതും കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ചുമ്മാ പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു ഐഡിയ ആട്ടോ, എല്ലാരും ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ചെയ്ത ഒരു രസം. ഇനി നമുക്ക് നേരെ അപ്പച്ചമ്പിലേക്ക് കയറ്റി വെക്കാം.
ഒരു 15 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇവനെ ആവി കയറ്റിയെടുക്കണം. അതോടുകൂടി നമ്മുടെ കൊഴുക്കട്ട റെഡിയായി വന്നിരിക്കും. നല്ല കൊഴുക്കട്ട നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നമുക്ക് പൊളിച്ച് കാണിച്ചു തരാം എങ്ങനെയാ ഇതിൽ വരുന്നത്. ക്ലോസപ്പിൽ നല്ല ഇങ്ങനെ പൊളിഞ്ഞു വരുന്നല്ലേ അല്ലേ ആകുമ്പോൾ. അപ്പം ഇതുപോലെ നല്ല മൃദുവായിട്ടുള്ള അടിപൊളി കൊഴുക്കട്ടകൾ നമുക്ക് കഴിക്കാം. ഞാൻ കഴിക്കുന്നില്ല, നാവ് ചൂടായിപ്പോൾ, ഭയങ്കര ചൂട്. ഒരു ചെറിയ ടേസ്റ്റ് നോക്കട്ടെ. നല്ല മധുരമുണ്ട്, നല്ല മൃദുവായിട്ടിരിക്കുന്നു, അടിപൊളി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ടൈമിൽ കാണുന്നതായിരിക്കും.